നമസ്കാരം. ഞാൻ ഡോക്ടർ ജയപ്രസാദ് കരുണാകരൻ. തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ അരിസ്റ്റോ ജംഗ്ഷൻ അവിടെ മഹനൈം ഹോമിയോപ്പതിക് മെഡിക്കൽ സെൻ്റർ എന്ന സ്ഥാപനം നടത്തി വരുന്നു. ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക. 2019 ഈ ലോകത്തിലേക്ക് വന്ന ഒരു മഹാമാരിയായിരുന്നല്ലോ കോവിഡ്. അപ്പോൾ ഈ കോവിഡ് അതിനെ പ്രതിരോധിക്കുവാനായിട്ട് സർക്കാരിൻ്റെ സപ്പോർട്ടിൽ പല കമ്പനികളും ഇറക്കിയ വാക്സിനുകൾ നമ്മുടെ മനുഷ്യരിലത് കുത്തിക്കുവാനിടയായി. നിർബന്ധിതമായിരുന്നു ആ വാക്സിനേഷൻ ഷെഡ്യൂളിലൂടെ നടന്നത്. പക്ഷേ 2020 ആ വാക്സിൻ്റെ പണി നടക്കുന്ന സമയത്ത് തന്നെ അതിനെ പുറത്തു കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് ഈ വാക്സിനേഷൻ മൂലം മനുഷ്യരുണ്ടാകാവുന്ന ദോഷകരമായ അവസ്ഥകളെക്കുറിച്ചൊക്കെ ഞാൻ വളരെ ലൈവായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിരുന്നു. കാരണം ഞാൻ 2003 മുതൽ HIV ഹോമിയോപ്പതിക് മാനേജ്മെൻറ്റ് അതിൽ റിസർച്ച് ചെയ്യുകയും ക്ലിനിക്കൽ റിസർച്ച് നടത്തുകയും അതിലെ റിസൾട്ട് കാരണം ഏകദേശം 16-17 വർഷത്തോളം HIV ബാധിതരെ ട്രീറ്റ് ചെയ്തു. റീട്രോ വൈറൽ ഗ്രൂപ്പിൽ വരുന്ന മറ്റൊരു വൈറസായിട്ടാണ് കോവിഡ് കടന്നു വന്നതെങ്കിലും 1960കളിൽ ഐസൊലേറ്റ് ചെയ്ത വൈറസായിരുന്നു കൊറോണ വൈറസ്. അപ്പോൾ എൻ്റെ ബലമായ സംശയം ഈ കൊറോണ വൈറസിന് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷന് വേണ്ടി ഹൈലി മ്യൂട്ടഡ് വേർഷനിലേക്ക് മാറ്റിയെടുത്തതിൻ്റെ പിന്നിൽ വുഹാനിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൈയുണ്ട്, പങ്കുണ്ട്. ഇത് ചൈന അറിഞ്ഞിട്ടാണോ അല്ലയോ എന്നുള്ളത് അറിയില്ല. എനിവേ അത് മനുഷ്യനിൽ ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിനെ പ്രതിരോധിക്കുവാൻ പിൻകാലത്ത് കൊണ്ടുവന്ന വാക്സിനും അതിൻ്റെ സൈഡ് എഫക്ട്സുകളും വളരെ വ്യക്തമായിട്ട് ഒരു വൈറസിൻ്റെ റെപ്ലിക്കേഷൻ പ്രോസസ്സിലും വാക്സിനേഷന് കുത്തുന്ന ആ ഇൻഗ്രീഡിയൻസിൻ്റെ സൈഡ് എഫക്ട്സിൽ എന്തൊക്കെ നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴതൊന്നും വീഡിയോ യൂട്യൂബിലെ ഒന്നിലും കാണുവാൻ സാധ്യതയില്ല. എന്നാൽ 2021 ജൂൺ 2 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത റിട്ട് ഫയലിന് ഓർഡറാക്കിക്കൊണ്ട് കേരളത്തിൽ കൊറോണയ്ക്കുള്ള പ്രിവെൻഷനും ട്രീറ്റ്മെൻറ്റിനുമായിട്ടുള്ള ഒരു ഉത്തരവ് ഞാൻ കൊടുത്ത റിട്ട് ഫയലിന്മേൽ കിട്ടുവാനിടയായിട്ടുണ്ട്. അത് നിങ്ങൾ എൻ്റെ പേര് ഫുൾ നെയിം തന്നെ അടിക്കണം. ഡോക്ടർ ജയപ്രസാദ് കരുണാകരൻ എന്ന് അടിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഹൈക്കോടതി ഉത്തരവ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ചിലപ്പോൾ ഈ വീഡിയോ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതും എടുത്തു മാറ്റാൻ മടിക്കാത്തവരാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി, ഓർഡർ ഞാൻ അയച്ചു തരാം. ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം ഒത്തിരി പേർ മരണപ്പെടുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഇവിടെ സർക്കാരോ അല്ലെങ്കിൽ അതായത് ഈ വാക്സിൻ കുത്തുവാൻ നിർബന്ധിച്ച സർക്കാരോ ആരോഗ്യ മന്ത്രാലയമോ ഞങ്ങളെയൊന്നും ഇത് ബാധിക്കുന്നതല്ല എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി എനിക്ക് പറയുവാൻ സാധിക്കും, ഇതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കില്ല. മാത്രമല്ല ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന്, നമ്മുടെ ബ്രെയിനിലെ രക്തക്കുഴലുകളെ അത് ക്യാപ്പിലറീസിനെ ഡയലേറ്റ് ചെയ്ത് പൊട്ടിക്കും. മറ്റൊന്ന് ഹാർട്ടിലെ ബ്ലഡ് വെസൽസിനെ ഇത് ബ്ലോക്ക് ചെയ്യും. ഈ രണ്ട് കണ്ടീഷനിലും രണ്ടും വരുന്നവരുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് എഫക്റ്റ് ചെയ്തിട്ട് മരിക്കുന്നവരുമുണ്ട്. എൻ്റെ സഹോദരങ്ങളെന്ന് തന്നെ ഞാൻ പറയുന്നു, പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ അറിയേണ്ട ഒരു വിഷയം, ഇതിന് ഫലപ്രദമായ ഒരു ചികിത്സ ലഭിക്കുവാൻ ഇന്ന് ഹോമിയോപ്പതിയിൽ മാത്രമേ മെഡിസിനുള്ളൂ. ആ മെഡിസിൻ്റെ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ സമയപരിധി മൂലം ഞാൻ ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ രക്തക്കുഴൽ ഡയലേറ്റ് ചെയ്ത് പൊട്ടാതിരിക്കുന്നതിനും ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കാർഡിയക് പ്രോബ്ലം വരാതിരിക്കുവാനും മാത്രമല്ല വൈറസിൻ്റെ ഏത് മ്യൂട്ടഡ് വേർഷൻ വൈറസ് നമ്മുടെ ശരീരത്തിൽ വന്നാലും അതിനെ നമ്മുടെ ശരീരത്തിൽ റെപ്ലിക്കേഷന് സാധിക്കാത്ത രീതിയിൽ അതിനെ തകർക്കുന്നതിനും അതിനെ തടയുന്നതിനുമുള്ള ഹോമിയോ മെഡിസിനുകൾ ചേർന്ന അതായത് ഒരു ടാബ്ലറ്റ് ഞാൻ പുറത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി പേര് അത് കഴിച്ചിട്ട് അതിൻ്റെ റിസൾട്ടുകൾ വളരെ നല്ല രീതിയിൽ കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഹോമിയോപ്പതിയിൽ ഇതിനുള്ള ചികിത്സയുണ്ടെന്നും ആ മരുന്ന് ആവശ്യമുള്ളവർ എൻ്റെ
നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഫോൺ നമ്പർ 9496965701. ഡോക്ടർ ജയപ്രസാദ് കരുണാകരൻ, മഹാനയിം ഹോമിയോപ്പതിക് മെഡിക്കൽ സെൻറ്റർ, അരിസ്റ്റോ ജംഗ്ഷൻ, തമ്പാനൂർ, തിരുവനന്തപുരം 695014. എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുകയോ എനിക്ക് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ നിശ്ചയമായും മരുന്ന് നിങ്ങൾക്ക് പോസ്റ്റിലും അയച്ചു തരുന്നതായിരിക്കും. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാം, എൻക്വയറി ചെയ്യാം. ഇതിൽ ആരും ഇതിനെപ്പറ്റി ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ആർക്കും എപ്പോൾ വേണമെങ്കിലും ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാക്സിനുകളാണ് നിങ്ങളുടെ ശരീരത്തിൽ കുത്തിയിരിക്കുന്നത്. ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയല്ല പറയുന്നത്. നമ്മൾ അറിയണം ഇവിടെ എന്ത് സംഭവിക്കും, അതിന് എന്ത് നിലപാടാണ് സർക്കാർ എടുക്കുന്നത് എനിക്കറിയില്ല. എനിവേ ഇനി ഏത് വൈറസ് വന്നാലും അതിനെല്ലാം പ്രതിരോധിക്കുവാനുള്ള കണ്ടൻസ് ഈ മെഡിസിനകത്തുണ്ടാകും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.